നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ആരാധ്യ ആൻഡ് അതിഥി വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പൈനാപ്പിൾ മുളകിട്ടാലോ? അപ്പോൾ നമ്മൾ പൈനാപ്പിൾ തൊലി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ തൊലിയിൽ ആ ഒരു മുള്ള് പോലത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അത് നന്നായി താഴ്ത്തി ചെത്തി കൊടുത്താലാണ് നമുക്കത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഞാനത് വട്ടത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു ഇത്തിരി കുഞ്ഞൻ പൈനാപ്പിളും അത്യാവശ്യം മീഡിയം വലിപ്പത്തിലുള്ള അങ്ങനെ 2 പൈനാപ്പിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് മുളക് പൊടി ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം ഇവിടുത്തെ മുളക് പൊടിക്ക് നല്ല എരിവാണ്. എരിവ് കൂടിയ കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ ഒരു ഇച്ചിരിയാണ് കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നമ്മുടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ആരാധ്യ വന്നിട്ടുണ്ട്. ഇത് ആരാധ്യ കഴിച്ച് നോക്കുന്നുണ്ട്. അടിപൊളി, ആരാധ്യക്ക് ഇഷ്ടമായി. അതിഥിയും ഇപ്പോൾ എത്തും കേട്ടോ. അതിഥി അവിടെ ഒരു ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് വൈകിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക്. അത് ആരാധ്യയല്ല അതിഥിയും കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും കൂടെ വീണ്ടും ടേസ്റ്റിങ് തുടങ്ങി. അതിഥിയും വാവ് സൂപ്പർ. ഇനി നമുക്ക് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനതിൻ്റെ വോളിയം കുറച്ച് കൊടുത്തു. ഇനി നമുക്കിതാ വേറൊരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു പൈനാപ്പിളും കൂടി കിട്ടിയിട്ടുണ്ടല്ലോ. അതിന് ഇച്ചിരി പഴുപ്പ് കുറവായിരുന്നു, നമ്മൾ മുൻപ് മുറിച്ചതിനേക്കാളും ഇച്ചിരി പഴുപ്പ് കുറവായിരുന്നു. പക്ഷേ ഇവർക്കത് അതും കൂടെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാനത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്യാമെന്നാണെന്ന് വിചാരിച്ചത്, പക്ഷേ പെട്ടെന്ന് വട്ടത്തിൽ തന്നെ ആയിപ്പോയി. ആരാധ്യ പറയുന്നുണ്ട്, അമ്മ നീളത്തിൽ കട്ട് ചെയ്യാറിന് എന്ത് ചെയ്യുന്നൊക്കെ ഇവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ സെൻറ്ററിലെ ഇവിടെ നമ്മൾ കൂനാന്നാണ് പറയുന്നത്, ആ ഭാഗവും നമുക്ക് കഴിക്കാം കേട്ടോ. മുളകിട്ട പൈനാപ്പിളും മുളകിടാത്ത പൈനാപ്പിളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. ഈ പൈനാപ്പിളിൽ ഓൾറെഡി പുളിയും മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ മുളകും ഉപ്പും കൂടെ ചേർക്കുമ്പോൾ അതിനൊരു അസാധ്യമായൊരു ടേസ്റ്റാണ് കേട്ടോ. അതിഥി കഴിച്ച് നോക്കുന്നുണ്ട്. അതിഥിക്ക് ഇഷ്ടമായി, സൂപ്പറാണെന്നാണ് കേട്ടോ പറയുന്നത്. ആരാധ്യം വന്നിട്ടുണ്ട് കഴിച്ച് നോക്കാനായിട്ട്. ആരാധ്യക്ക് ഇഷ്ടമായി. കുട്ടികൾക്ക് പിന്നെ ഇതൊക്കെ ഇഷ്ടമാണല്ലോ, ആ ഒരു പുളിയും മധുരമൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. ഇവിടെ ഈ പൈനാപ്പിളിനെ കൈതച്ചക്ക എന്നും പറയും, കന്നാരച്ചക്ക എന്നും പറയും കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയണേന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മുളകിട്ട പൈനാപ്പിളും മുളകിടാത്ത പൈനാപ്പിളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് ഒരു പൈനാപ്പിൾ കിട്ടുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ മുളകും ഉപ്പൊക്കെ ഇട്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഓൾ.